സാർ നമസ്കാരം. നമസ്തേ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലപ്രഖ്യാപനം വന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ അധികാരത്തിൽ വരാൻ വേണ്ടി ഇത്രയും സമയം എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റൊരു വിഷയമാണ്. അതായത് ഒരു മന്ത്രിസഭ ഇനി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് സുതാര്യമായ ഒരു ഭരണ നിർവഹണം സാധ്യമാകുക? ഇത് പറയാൻ ഉള്ള കാര്യം, ഖജനാവിൽ 5 പൈസയില്ല, പൂച്ച പെറ്റുകിടക്കുന്നു എന്നുള്ള ഭാഷ്യം തന്നെയാണ് പുറത്തു വരുന്നത്. 6 ലക്ഷം കോടിയുടെ ബാധ്യതയാണ് ഈ കഴിഞ്ഞ സർക്കാർ, ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2 വട്ടം കേരളം ഭരിച്ച സർക്കാർ കേരളത്തിന് ഉണ്ടാക്കി വെച്ചത്. ആ ബാധ്യതയെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തി ജനഹിതകരമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ ഏത് സർക്കാരായാലും, അത് വി ഡി സതീശന്റെ നേതൃത്വത്തിലോ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലോ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലോ ആരുടെ നേതൃത്വത്തിലായാലും അങ്ങനെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇവര് എവിടെ നിന്നാണ് ഇത്തരം റിസോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ എനിക്കൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നൈസ് ആക്ഷൻ കൗൺസിലിന്റെ ഓൾ ഇന്ത്യ ചെയർമാനായ ശ്രീ തമ്പി നാഗാർജുനയാണ്. സാർ, ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്തേ. ഈ വിഷയങ്ങൾക്ക് എങ്ങനെയാണ് ഫലപ്രദമായ രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്തി പുതിയ സർക്കാർ ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ ഒരു ഭരണം നിർവഹിക്കുക എന്നുള്ളതാണ് പരിണിതപ്രജ്ഞനായ സാറിന്റെ അഭിപ്രായം? ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇവർക്ക് കിട്ടിയേക്കുന്ന വിജയം ഒരിക്കലും അവരുടെ വിജയമല്ലത്. മറ്റേ പാർട്ടിയിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവന്റെ നിരാശയുടെ പടുകുഴിയിൽ നിന്നുണ്ടായ ഒരു വിജയമാണ്. അപ്പം അത് കരുതലായി, വളരെ കരുതലോടുകൂടി പോകേണ്ടതാണ് ഇന്നത്തെ ഭരണപക്ഷം. പക്ഷേ അവരിൽ നിന്നും പ്രതീക്ഷയ്ക്കുള്ള ഒരു വീക്ഷണമല്ല, അല്ലെങ്കിൽ ഒരു ഉത്ബോധനമല്ല ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഇത്രയും ദിവസമായിട്ടും അവർക്ക് ഒരു മുഖ്യനെ തിരഞ്ഞെടുക്കാനോ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാനോ സാധിച്ചിട്ടില്ല. അത് രാഷ്ട്രീയ അനിശ്ചിതമാണ്. രണ്ടാമത്, അവരിതിലും കഷ്ടമായിട്ടാണ് വാഗ്ദാനങ്ങൾ നൽകിയേക്കുന്നത്. നിങ്ങൾ അറിയേണ്ടത്, ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഫ്രീ 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 അല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആത്മസത്യമുള്ള, അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഭരണഘടന വിഭാവനം ചെയ്തേക്കുന്ന രീതിയിൽ കൂടെ അവർക്ക് ഒരു സ്വത്വബോധത്തോടുകൂടിയുള്ള തൊഴിലും ആ തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൽ കൂടെ വേണം ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ. അല്ലാതെ നികുതി പിഴിഞ്ഞെടുത്ത് ആ പണം ഒരു ന്യൂനപക്ഷത്തിന് ഫ്രീ കൊടുത്ത് കൈയടി വാങ്ങുക എന്ന് പറയുന്നത് ഭരണ അന്ധതയാണ്. ഇവിടെ വേണ്ടത് കരുതലുള്ള ഒരു റിസോഴ്സസ് മാനേജ്മെന്റ് ആണ്. അതായത് നമ്മളുടെ ഉള്ള സത്വങ്ങൾ, വിഭവങ്ങളിൽ നിന്നും എങ്ങനെ അതിനെ നമുക്ക് ക്രോഡീകരിച്ച് ഈ സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇവരെ വിമർശിക്കുന്നതിനേക്കാൾ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കുറെ സജഷൻസ് ആണ് ഇവർക്ക് കൊടുക്കാനുള്ളത്. അത് എത്രമാത്രം അവർക്ക് പ്രായോഗികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് അവർ ചിന്തിക്കേണ്ടതാണ്. അല്ല, സ്വദേശത്തും വിദേശത്തും തൊഴിൽ ചെയ്യുകയും തൊഴിലവസരങ്ങളെയും തൊഴിലാളികളെയും നോക്കുകയും സാമൂഹ്യ സേവന പ്രതിബദ്ധതയോടുകൂടി എപ്പോഴും സമൂഹത്തിൽ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ താങ്കൾക്ക് ഇക്കാര്യത്തിൽ കുറെ കൂടി കൂടുതലായ പല നിർദ്ദേശങ്ങളും സർക്കാരിനും ജനങ്ങൾക്കും നൽകാൻ സാധിക്കും. തീർച്ചയായും അത് ഒന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. ട്രേഡ് യൂണിയൻ രംഗത്ത് ട്രേഡ് യൂണിയൻ കൊണ്ട് നശിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം, അതിൽ പ്രത്യേകിച്ച് കേരളം. അത് പറയാൻ കാരണം, ലോകത്ത് ആദ്യമായിട്ട് ഗൾഫ് രാജ്യത്ത് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം, അതിന്റെ ഫൗണ്ടർ ആവാൻ സാധിച്ചതുകൊണ്ട് ട്രേഡ് യൂണിയനിസത്തിനെ കുറിച്ചും നല്ലതുപോലെ അവബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സർ, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് തൊഴിലുടമകളോട് ചോദിച്ചു വാങ്ങാൻ ഒരു യൂണിയന്റെ പ്രസക്തി ഏറെ തന്നെയാണ്. അതായത് തൊഴിലാളികളെ ഒരു കാരണവശാലും വെറും പണിക്കാരായി മാത്രം കാണുന്ന ഒരു സംസ്കാരത്തിനെതിരെയാണ് അത് വളർന്നു വന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ തൊഴിൽ സ്ഥാപനങ്ങൾ നിലനിൽക്കാതെ
തൊഴിലുണ്ടെങ്കിലേ തൊഴിലാളിക്ക് നിലനിൽപ്പുള്ളൂ, തൊഴിലാളി ഉണ്ടെങ്കിലേ തൊഴിൽ സ്ഥാപനം നിലനിൽക്കൂ എന്നുള്ള മാനദണ്ഡങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു തൊഴിൽ സംഘടനയിൽ നമ്മൾ ഭാഗവാക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ തൊഴിൽ നടന്നാലും ഇല്ലെങ്കിലും എൻ്റെ കാര്യം സേഫായി എന്ന മട്ടിലുള്ള തൊഴിലാളി സംഘടനകളാണ് നാടിന് ശാപം. തൊഴിലാളി സംഘടനകൾ ആവശ്യം തന്നെയല്ലേ? തൊഴിലാളി സംഘടനകൾ വളരെയേറെ അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ ഒരു ചരിത്രം ഞാൻ 5 മിനിറ്റ് പറഞ്ഞോട്ടെ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ജനീവയിൽ ഉണ്ടായേക്കുന്ന ഒരു സംഘടന 110ാമത്തെ വർഷം കഴിഞ്ഞു. അതാണ് തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് ഒരു സംഘടനാബോധം ഉണ്ടാക്കിയത്. ശരിക്കും അതിൻ്റെ 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു പക്ഷിയാണെന്നും ആ പക്ഷി എന്ന് പറയുന്നത് രാജ്യമാണെന്നും അതിൻ്റെ ഒരു ചിറക് തൊഴിലാളികളും ഒരു ചിറക് തൊഴിലുടമകളുമാണെന്നും ഈ രണ്ടും സമന്വയിച്ച് പോയാൽ മാത്രമേ രാജ്യപുരോഗതിയും സാമ്പത്തിക പുരോഗതിയും ജനപുരോഗതിയും ഉണ്ടാവുകയുള്ളെന്നും ഈ ILOയുടെ വാതിൽ തന്നെ അതിൻ്റെ ഒരു താക്കോല് മേയറുടെ കയ്യിലും, ഒരു താക്കോല് ട്രേഡ് യൂണിയൻ ഹെഡിൻ്റെ കയ്യിലും, ഒരു താക്കോല് അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിലുമാണ്. ഇങ്ങനെയാണ് ഇത് വിഭാവനം ചെയ്തേക്കുന്നത്. ഇതിൽ ആരും മോശക്കാരോ ആരും വലിയവരോ അല്ല, തുല്യ പ്രാധാന്യം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതായത് രാജ്യം എന്നുള്ള ആ പക്ഷി മുന്നോട്ട് ഗമിക്കണമെങ്കിൽ, കുതിക്കണമെങ്കിൽ ഈ തൊഴിലാളിയും മുതലാളിയും സമന്വയമായിട്ട് ഒന്നിച്ച് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകണം. ഇതാണ് ILO വിഭാവനം ചെയ്തേക്കുന്നത്. സാർ, ഇപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സാർ പറഞ്ഞു വന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കം, ഇത് ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംഘടനകളായിരിക്കണം ഏത് രാജ്യത്ത് തന്നെയായാലും. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ പ്രത്യേകത പ്രാധാന്യം അത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു പുതിയ ഭരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ തൊഴിലാളി തൊഴിലുടമ ബന്ധങ്ങളെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്തിക്കൊണ്ട് സാമ്പത്തിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് പുതിയ സർക്കാരിന് മുന്നോട്ട് പോകാനാവുക എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. നല്ല ചോദ്യമാണ്. അതിലൊന്ന്, ഇവിടെ വലിയ മേജർ ഇൻഡസ്ട്രീസ്, വലിയ വാഹന മാനുഫാക്ചററോ അല്ലെങ്കിൽ വലിയ കമ്പനികൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു ചെറിയ ഡെൽറ്റ ഭൂമിയാണ് നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മൈക്രോ ഇൻഡസ്ട്രീസ് ആണ്. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ കോടിക്കണക്കിന് രൂപ പാഴാക്കിയിട്ട് അതിൻ്റെ പ്രയോജനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ലോകോത്തരമായിട്ടുള്ള ആയുഷ് സംഘടന വന്നേക്കുന്ന സമയത്ത് നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സിന്റെ കൃഷി അത് ചെറിയ രീതിയിൽ കൂടെ ഇപ്പൊ അവർ വിഭാവനം ചെയ്തേക്കുന്ന 5 ഏക്കർ വരെ ചെയ്തതിന് സബ്സിഡി എന്നുള്ളതാണ്. അതിന് പകരം വീട്ടിൽ ഒരു ചട്ടിയിൽ ഒരു മരുന്ന്, ഒരു കുറുന്തോട്ടി ഉണ്ടാക്കിയാൽ പോലും അതിനെ വിപണന സാധ്യത ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ, അതായത് ഇന്ന് എല്ലാ സാങ്കേതിക വിദ്യകളും മനുഷ്യനെതിരായിട്ടാണ് കേരളത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. അതായത് CCTV ക്യാമറ ഉൾപ്പെടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ. അതിന് പകരം ജനങ്ങളുടെ മനസ്സുടെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിദ്ധാന്തത്തിൽ കൂടെ മുന്നോട്ട് പോവുക. അതായത് ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കാർഷിക അഭ്യുന്നതിയിലൂടെ മാത്രമേ നമ്മുടെ സർക്കാരിനും ജനങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സാറ് പറയുന്നത്. എക്സാക്ട്ലി. എൻ്റെ ചോദ്യം ഇപ്പോഴും, എവിടെ നിന്നാണ് ഈ ഭരണ നിർവഹണത്തിന് വേണ്ടി ഇവർക്ക് വിഭവ സമാഹരണം, അതായത് പ്രധാന അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമില്ലായ്മയാണ്. ഈ സാമ്പത്തികം എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതിലൊന്ന്, ഇന്ന് വരെ അനുവർത്തിച്ചിട്ടുള്ള എല്ലാ നയങ്ങളും തെറ്റാണ്. മദ്യത്തിന്റെ വില കൂട്ടിയിട്ട് ചീഞ്ഞ മദ്യം കൊടുത്തിട്ടോ, ഗാംബ്ലിങ്ങിന്റെ, അതായത് ചൂതാട്ടത്തിന്റെ ലോട്ടറി വിറ്റിട്ടോ അല്ല ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. അതിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ലോട്ടറി പെട്ടെന്ന് നിർത്തണമെന്നില്ല. കാര്യം കുറെ ലക്ഷങ്ങളോളം ആളുകൾ ജീവിക്കാമെന്നുള്ള തത്രപ്പാടിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ശരാശരി റോഡിലും ഒക്കെ അലഞ്ഞു തിരിയുന്ന സ്ത്രീകൾ, കുട്ടികൾ, ആബാലവൃദ്ധം, വയസ്സന്മാർ കഷ്ടിച്ച് അവരുണ്ടാക്കുന്നത് 300-500 രൂപയാണ്. അതിൽ കൂടുതൽ അടിക്കാത്ത ടിക്കറ്റിൽ കൂടെ അവർക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാളെ നേടാമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. ശരിക്കും ഇപ്പോ വളരെ ഒരു വഞ്ചനാത്മകമായ രീതി കൂടാണ് ഇന്നത്തെ ലോട്ടറി വ്യവസായം ഇവിടെ നീങ്ങുന്നത്. സാർ, ഇപ്പൊ ഈ ലോട്ടറി മദ്യം ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചാലും ഇപ്പൊ അതിൽ നിന്ന് വലിയ വരുമാന നികുതി ഇനത്തിൽ സർക്കാരിന് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളം പോലുള്ള ചെറിയ സംസ്ഥാനത്ത് ഇപ്പോ
നമ്മുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടക്കുന്നതും അതുപോലെ തന്നെ ഭാഗ്യക്കുറി വിറ്റ് കാശുണ്ടാക്കുന്നതും കേരളം തന്നെയാണ്. ഒരുപക്ഷെ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഈ രണ്ട് വരുമാനത്തിലൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മൂന്നാമതാണ് നികുതി വരുന്നത് എന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള ബോധ്യം. തീർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നിർത്തണ്ട, ഘട്ടം ഘട്ടമായിട്ട് നിർത്തുക പറഞ്ഞാൽ മദ്യപാനം നിർത്തുക അല്ലെങ്കിൽ മദ്യഷാപ്പുകൾ ഒഴിവാക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ നികുതി കൊണ്ട് ജീവിക്കേണ്ട ഗതികളിൽ നിന്നും നല്ല മുന്തിയതരം മദ്യങ്ങൾ സൂപ്പർ മാർക്കറ്റ് വഴിയൊക്കെ വിറ്റ് അപ്പൊ ആ കുടി കുറയും. അതായത് ഇപ്പൊ കിട്ടാതെ മുന്തിരിയെ കുറിച്ചുള്ള ആവേശത്തു കൊണ്ടാണ് ഇന്ന് മദ്യം കഴിക്കുന്നത്. പിന്നെ ഇവിടുത്തെ 60% ആളുകളും ബഹുഭൂരിപക്ഷവും മദ്യപാനികളാണെന്നുള്ളതാണ് സ്റ്റാറ്റിക്സ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ കണ്ണടച്ച് ഇരുട്ടാക്കണ്ട. പക്ഷെ ആത്മാഭിമാനത്തോടു കൂടിയുള്ള ഒരു മദ്യപാനത്തിനുള്ള ഒരു രീതിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ റഷ്യയിലും ഒക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. വോഡ്കയൊക്കെ അവർ കുടിക്കുമായിരുന്നു. അപ്പൊ മദ്യം മോശമാണെന്ന് ആ രീതി കൂടെ ഞാൻ പറയുന്നില്ല. പക്ഷേ മദ്യത്തിന് കൽപ്പിക്കേണ്ട മാന്യത കൽപ്പിക്കുക. അതിന് ഉദാഹരണം, ട്രെയിനിൽ മദ്യമായിട്ട് കയറിയാൽ നിങ്ങൾ ജയിലിൽ പോകും. അതേ ആള് തന്നെ പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദ്യം ഇങ്ങോട്ട് വിളമ്പും. അപ്പൊ ഇപ്പൊ ഇവിടെ ഫാസിസമാണ് നിലപാടുന്നത്, ജനാധിപത്യം അല്ല ഇവിടെ വരുന്നത്. സർ, മദ്യം അല്ലെങ്കിൽ അതുപോലുള്ള സുഖ സൗകര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചു വരുന്നത് മനുഷ്യന്റെ അടിസ്ഥാന വിഷയങ്ങളുണ്ട്. അതായത് ഭക്ഷണം, പാർപ്പിടം, ഇങ്ങനെയുള്ള അവന് തൊഴിലവസരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പുതിയ സർക്കാരിനും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനിയിപ്പോൾ പാർപ്പിടത്തിന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും അവരർഹിക്കുന്ന രീതിയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, തൊഴിലിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കി കൊടുക്കുക, നിത്യനിദാനം നടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വിഭവ സമാഹരണത്തിലൂടെ മാത്രമേ ഇനി പുതിയ സർക്കാരിന് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അത് തന്നെ വലിയ വെല്ലുവിളിയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് ഈ സർക്കാരിന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അങ്ങയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ? തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ക്യാൻസറായ KSRTCയും KICBയും ഘട്ടം ഘട്ടമായിട്ട് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകണം. അതായത് അത് ഇല്ലാണ്ടാക്കണം. കുറെ ട്രേഡ് യൂണിയനുകൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ഗുണ്ടായിസിൽ കൂടെ കോടികൾ തട്ടിയെടുക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് KSRTCയും KICBയും. അതിന് ചെയ്യേണ്ടത് 15,000 കോടി രൂപയുടെ കറണ്ടാണ് ഇവർ പുറത്തുനിന്ന് വാങ്ങുന്നത്. അതിന് പകരം ഇപ്പൊ സോളാർ വന്നിട്ടുണ്ട്. 5,000 കോടി രൂപ ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ മതി. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കണ്ട, ഫ്രീയും കൊടുക്കണ്ട. ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം. കാര്യം ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത രാജ്യം ആയതുകൊണ്ട് ജർമ്മനിയിലും മറ്റും സൂര്യനെ കാണാൻ പോലും ഇല്ല. ഇവിടെ 365 ദിവസം സൂര്യനെ കാണാൻ സാധിക്കുന്ന കാരണം സൂര്യപ്രസരണം നല്ലതുപോലെ ഉള്ളത് കാരണം, സൂര്യാതാപേറ്റ ആളുകൾ മരിക്കുന്നത് കാരണം സോളാർ എനർജിയിൽ കൂടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ 80% ഉപയോഗം നമുക്ക് നിറവേറ്റാൻ പറ്റും. അപ്പം ഈ 15,000 കോടി രൂപ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഇവിടെ തന്നെ ഉൽപാദനപരമായ രീതിയിൽ കൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും, ചെലവഴിക്കാൻ സാധിക്കും. ആ പണം നമ്മുടെ നാട്ടിൽ ചെലവഴിക്കാൻ പറ്റും. അപ്പൊ ശരിക്കും ഒരു 5 കൊല്ലം കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പുറത്തേക്ക് വിൽക്കാൻ പറ്റിയ ഒരു രീതിയിൽ കൂടെ നമ്മൾ മാറും. കൂടുതൽ ഡാം പണിയാതെ ഹൈഡ്രോ പ്രോജക്ട്സ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാണ്ട് സോളാറും അതുപോലെ തന്നെ SMR ഉണ്ട്. അത് ഞാൻ വേറൊരു വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ അത് പിന്നെ പറയാം. കരിമണലുമായിട്ട് ബന്ധപ്പെട്ട് അതവിടെ നിൽക്കട്ടെ. സാർ, ഇപ്പോൾ പറഞ്ഞു വരുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള വെള്ളാനകളെയെല്ലാം നിശേഷം മാറ്റി നിർത്തി നമ്മുടെ തനതായ വിഭവ സമാഹരണ മാർഗങ്ങളിലൂടെ ശ്രദ്ധിച്ച് കെടുകാര്യസ്ഥത അവസാനിപ്പിച്ച് കൃത്യമായ രീതിയിൽ ഒരു ഭരണ നൈപുണ്യം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അത് വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ പ്രതിസന്ധിയൊക്കെ മെല്ലെ മെല്ലെ മറികടന്ന് സർക്കാരിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. നമ്മുടെ സാറിന് കേൾക്കുന്ന പ്രേക്ഷകരും ഇത് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും പുതിയതായി ചാർജ് എടുക്കുന്ന സർക്കാരിന് എല്ലാ ഭാവുകളും നേരുന്നു. ജനഹിതകരമായ ഒരു സർക്കാർ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമസ്കാരം. നമസ്കാരം.